കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എല്ലാവരെയും മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിശ്വാസികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ സ്വന്തമാക്കാൻ ദൈവത്തിൽ ആഴപ്പെട്ട അടിയുറച്ച വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് വേദനയോടുകൂടി പറയുന്നുണ്ട്, ഞാൻ ഇനിയും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, നമ്മുടെ വിശ്വാസ ജീവിതം വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ദൈവത്താൽ പരീക്ഷിക്കപ്പെടുമെന്നും എന്നാൽ ഈ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും എങ്ങനെയൊക്കെ സാധിക്കാമെന്നും എല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ 1 കൊറിന്തോസ് 15-ാം അധ്യായം 17-ാം വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം നിഷ്ഫലമാകുമെന്ന്. തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് ജീവിക്കുന്നുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയാം. നമുക്കറിയാം, യേശു കൂദാശകളിലൂടെ ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവനുള്ള ദൈവമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അന്ന് ശിഷ്യന്മാർക്കുണ്ടായിരുന്നേക്കാളും ഭാഗ്യവാന്മാരാ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം. കാരണം ജീവിക്കുന്ന ദൈവത്തെ കൂദാശയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ യേശു എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഇന്നും ജീവിക്കുന്ന ദൈവമായി ജീവിക്കുന്നു. ഞാൻ ഓർക്കുക ബ്രദറെ, ഒരു ധ്യാനഗുരു പറഞ്ഞൊരു അനുഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരിക. എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു സംഭവമായിരുന്നത്. മനീഷച്ചൻ്റെ അമ്മയുടെ രോഗസൗഖ്യത്തിൻ്റെ ഒരു മഹാസംഭവം. അച്ഛൻ്റെ അമ്മ ട്യൂമർ രോഗം പിടിച്ച് രോഗത്തിലായിരിക്കുന്ന അവസ്ഥയായിരുന്നു. അച്ഛൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, തൻ്റെ മകൻ മനീഷച്ചൻ്റെ ആദ്യ പട്ടം, അത് ആദ്യ കുർബാന കണ്ടതിന് ശേഷം മാത്രം ഓപ്പറേഷൻ നടത്തിയാൽ മതി എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മനീഷച്ചൻ ബഹുമാനപ്പെട്ട ബിഷപ്പിൻ്റെ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച് തൻ്റെ ഇടവപ്പള്ളിയിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരിക. അച്ഛൻ അൾത്താരയിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു. ഓരോ വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാർത്ഥനകളും അച്ഛൻ ചൊല്ലുമ്പോൾ അച്ഛൻ്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകുകയായിരുന്നു. അതായത് ജീവിക്കുന്ന യേശുവെ, നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടന്ന സംഭവങ്ങൾ അൾത്താരയിൽ നമ്മൾ വീണ്ടും ദർശിക്കുകയാണത്. വീണ്ടും യേശുവിൻ്റെ കുരിശുമരണവും ജീവിതവും പീഡാനുഭവവും എല്ലാം നമ്മൾ അനുസ്മരിപ്പിക്കപ്പെടുക അവിടെ ശരിക്കും.
അപ്പോൾ മനുഷ്യച്ചൻ ഓരോ കുർബാനയിലെ ഓരോ പ്രാർത്ഥന എത്തിക്കുമ്പോഴും അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. അങ്ങനെ കുർബാനയുടെ സ്ഥാപക വചനം അച്ഛൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികം നമുക്കറിയാം, യേശു അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് അരുളി ചെയ്തു, ഇതിൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അച്ഛൻ യേശുവിൻ്റെ ശരീരമാകുന്ന ആ തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ സമൂഹം മുഴുവൻ ആമേൻ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിനുശേഷം സമൂഹം മുഴുവൻ നിശബ്ദതയിലായിരിക്കുമ്പോൾ മനുഷ്യച്ചൻ്റെ അമ്മ ആ സമൂഹത്തിൻ്റെ ഏറ്റവും മുമ്പിൽ ഇരിക്കണ്ടായിരുന്നു. അമ്മ കൈയുയർത്താനൊന്നും ആവുന്നില്ല. കാരണം രോഗത്താലും മാനസികമായ തളർച്ചയാലും അമ്മ ഏറ്റവും മുമ്പിലിരുന്ന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന എത്തിച്ചു. ബ്രദറെ, ആ അമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: എൻ്റെ മകൻ മനീഷച്ചൻ്റെ കരങ്ങളിലിരിക്കുന്ന ഈശോയെ, നീ അൾത്താര വിട്ടെന്ന് ഇറങ്ങി വന്ന് എൻ്റെ തലച്ചോറിലെ ട്യൂമർ രോഗത്തെ സൗഖ്യപ്പെടുത്തണമേ കർത്താവ് എന്ന് ഉറക്കനെ നിലവിളിച്ച പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ സമൂഹവും ആ കരച്ചിൽ ഏറ്റെടുത്തു. അവരെല്ലാവരും പ്രാർത്ഥിച്ചു എന്നാണ് ആ ധ്യാനഗുരു പറയുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനീഷച്ചൻ സെമിനാരി കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ 2 പേപ്പറായിരുന്നു. ഒരു പേപ്പർ എടുത്ത് പിടിച്ചു. അച്ഛൻ പറഞ്ഞു, ഇത് എൻ്റെ അമ്മയ്ക്ക് ട്യൂമർ രോഗമാണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്കാനിങ് റിപ്പോർട്ടാണത്. അത് താഴെ വെച്ചു. അച്ഛൻ വേറൊരു പേപ്പർ എടുത്തു. അച്ഛൻ ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ, അമ്മ വിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഉറക്കനെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ മനീഷച്ചൻ്റെ കരങ്ങളിലിരിക്കുന്ന ഈശോയെ, നീ അൾത്താര വിട്ടെന്ന് ഇറങ്ങി വന്ന് എൻ്റെ തലയിലെ ട്യൂമർ രോഗത്തെ സൗഖ്യപ്പെടുത്തണമേ എന്ന് അമ്മ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞ കാര്യം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. അച്ഛൻ പറയുകയായിരുന്നു, എൻ്റെ കരങ്ങളിരിക്കുന്ന ഈശോ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ, എന്നോട് ഒരു അനുവാദം പോലും ചോദിക്കാതെ എൻ്റെ കരങ്ങളിൽ നിന്ന് ഊഴ്ന്നിറങ്ങി ഈശോ എൻ്റെ അമ്മയുടെ തലച്ചോറിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അമ്മയുടെ തലച്ചോറുണ്ടായിരുന്ന ട്യൂമർ രോഗത്തിൻ്റെ ഒരു അടയാളം പോലും വയ്ക്കാതെ പരിപൂർണമായും സൗഖ്യപ്പെടുത്തി എന്നുള്ളതാണ് ആ അമ്മയുടെ വിശ്വാസ തീക്ഷ്ണതയുള്ള പ്രാർത്ഥന. അച്ഛൻ പറയായിരുന്നു, ഇത് വൈദ്യശാസ്ത്രം വിധി എഴുതി എൻ്റെ അമ്മയ്ക്ക് തലച്ചോറിൽ ട്യൂമർ രോഗം ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കാര്യം സത്യമാണ്, എന്നും യേശു ജീവിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ കൂദാശയിലൂടെ ഈ യേശുവിനെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം വിശുദ്ധ പൗലോസ് ഹെബ്രായ ലേഖനത്തിൽ 11:1 നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും. ഈ ഉറപ്പും ഈ ബോധ്യവും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നിരന്തരം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ യേശു ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡോ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തിത്വങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ സാധിക്കും. എനിക്ക് അവരെല്ലാം വിളിക്കാൻ ഇഷ്ടം വിശ്വാസ പോരാളികളെന്നാണ്. എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വചനഭാഗമാണ് റോമാക്കാർക്കെതിരെ 4-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വചനങ്ങൾ. അവിടെ പറയുകയാണ്, 100 വയസ്സായിട്ടും 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായി എന്നറിയാമായിരുന്നിട്ടും സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. അവിശ്വാസികളെപ്പോലെ അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അത് അവന് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അപ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹാം ചെയ്തത് ഇതാണ്. തൻ്റെ ബുദ്ധിക്കതീതമായ യുക്തിക്കതീതമായ ശാസ്ത്രത്തിൻ്റെ ബയോളജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 1% പോലും ചാൻസ് ഇല്ലാത്ത ഒരു കാര്യത്തെ പ്രതി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അബ്രഹാം വിശ്വസിച്ചു. അത് അവൻ്റെ രക്ഷയായിട്ട് മാറി. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്കും
നമ്മുടെ യുക്തിക്കും അതീതമാണ് ദൈവത്തിലുള്ള വിശ്വാസം. ഞാൻ ഓർക്കുകയാണ്, ഒരു ധ്യാനഗുരു ഒരിക്കൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. യോന കടലിലേക്ക് എറിയപ്പെട്ടു, ഒരു തിമിംഗലം വന്ന് യോനായെ വിഴുങ്ങി. ഇത് ധ്യാനഗുരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു യുക്തിവാദി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു തിമിംഗലത്തിനും ഒരു മനുഷ്യനെ വിഴുങ്ങുവാൻ തക്ക വലിപ്പമുള്ള ആമാശയമില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ സത്യമാകും? ബൈബിൾ തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് ധ്യാനഗുരു പ്രസംഗം ഇങ്ങനെ നിർത്തി. ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് ഇത് കേട്ട ഒരമ്മച്ചി, ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി ചാടി എഴുന്നേറ്റു. എന്നിട്ട് ആ യുക്തിവാദിയോട് പറഞ്ഞു, എൻ്റെ സർവശക്തനായ ദൈവം യോനായെ വിഴുങ്ങുവാൻ തക്ക വലിപ്പമുള്ള ആമാശയമുള്ള ഒരു തിമിംഗലത്തെ അപ്പോൾ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ. നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായിട്ട്, അല്ലെങ്കിൽ ബുദ്ധിയും യുക്തിയെല്ലാം ദൈവത്തിന് അടിയുറ വെച്ച് എൻ്റെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എന്ന് അന്ധമായിട്ട് വിശ്വസിക്കുവാനുള്ള ഒരു അഭിഷേകം നമ്മളെല്ലാവരും സ്വീകരിക്കണം. ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന രക്തസ്രാവക്കാരി സ്ത്രീയുടെ പ്രത്യേകത. 12 വർഷമായിട്ട് അവൾ ആ രോഗത്തിന് അടിമയാണ്. നിരവധി വൈദ്യരുടെ അടുത്ത് പോയി കഷ്ടപ്പെട്ടു. അവൾക്ക് ഒത്തിരി സമ്പത്ത് ചെലവിട്ടു. അവരുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്തതെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യേശു പോകുന്നത് കണ്ടപ്പോൾ ആ വിശ്വാസ പോരാളിയായ രക്തസ്രാവക്കാരി സ്ത്രീ അവൾ ഹൃദയത്തിൽ വിചാരിക്കുകയാണ്, ആ വസ്ത്രത്തുമ്പിൽ എനിക്കൊന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. ഒത്തിരി പേര് യേശുവിനെ മുട്ടി ഉരുമി അവിടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലും ഇവൾ വിശ്വാസത്തോടു കൂടി ചെന്ന് യേശുവിനെ സ്പർശിച്ച നിമിഷം യേശുവിൽ നിന്ന് ശക്തി പ്രവഹിച്ചു. യേശു അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബൈബിളിൽ അറിയാം. അവൾക്ക് സൗഖ്യം ലഭിച്ചു. അവളോട് കർത്താവ് 3 കാര്യങ്ങൾ പറയുകയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തിൽ പോവുക, വ്യാധിയിൽ നിന്ന് മുക്തിയായിരിക്കുക. അങ്ങനെ പറഞ്ഞ് വലിയ രോഗസൗഖ്യം നൽകി അവിശ്വാസ പോരാളിയായ രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യപ്പെടുത്തി അയക്കുന്ന ഈശോയെ നമ്മൾ ബൈബിളിൽ കാണുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് വിവാഹം കഴിഞ്ഞ് 12 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. ഒത്തിരി പേര് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. പലരും വൈദ്യശാസ്ത്ര ചികിത്സയ്ക്ക് പോകാനായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല, ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് 12 വർഷം ഒരു ചികിത്സയ്ക്ക് പോലും പോകാതെ അദ്ദേഹവും ഭാര്യയും ഏക മനസ്സോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. 12 വർഷം കാത്തിരുന്നു. ദൈവം അവർക്ക് ആദ്യം ഒരു പെൺകുഞ്ഞിനെ നൽകി. ഇപ്പോൾ വീണ്ടും 2 കുഞ്ഞുങ്ങളെ കൂടി നൽകി. 3 കുഞ്ഞുങ്ങളായിട്ട് അദ്ദേഹം എന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ആഴപ്പെടലാണ് നമ്മുടെ ഉറ്റവരുടെ സൗഖ്യം, നമ്മുടെ തന്നെ സൗഖ്യം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ സൗഖ്യം, നമ്മുടെ ഇടവകയുടെ സൗഖ്യം. അതുകൊണ്ട് കർത്താവിൽ നമ്മൾക്ക് മുറുകെ പിടിക്കാം. ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീക്ക് വിശ്വാസത്തിൻ്റെ അനന്ത യോഗ്യതയാൽ സൗഖ്യം ലഭിച്ചപ്പോൾ തൊട്ടടുത്ത അധ്യായം തുടങ്ങുന്നത് യേശു സ്വന്തം ദേശത്ത് വചനം പ്രസംഗിച്ചപ്പോൾ അവർ അവനിൽ ഇടറി. അപ്പോൾ അവിടെ പറയുകയാണ്, മർക്കോസ് സുവിശേഷകൻ പറയുകയാണ്, ഏതാനും ചിലരെ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ അവന് മറ്റത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ അവിടെ സാധിച്ചില്ല. യേശു അവിടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് വിസ്മയിച്ചു. വിശ്വാസമില്ലാത്ത ജനതകളുടെ ഇടയിൽ ചെന്നപ്പോൾ കർത്താവിന് ഒന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും
എൻ്റെ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന ആ വലിയ ബോധ്യത്തിൽ, വലിയ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ആഴപ്പെടൽ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ സഭാമക്കളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ബോധ്യമുണ്ട്. മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനമായിരുന്നു വിശ്വാസ വെളിച്ചം. അതിൽ മാർപ്പാപ്പ നമ്മളെല്ലാവരോടും പറയുന്ന വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന വലിയൊരു ബോധ്യമുണ്ട്. യേശുവിനെ വെറുതെ ഉറ്റുനോക്കലല്ല വിശ്വാസം, മറിച്ച് അവിടുത്തെ സ്വന്തം കണ്ണുകളാൽ കാണുന്നത് പോലെ എല്ലാം ദർശിക്കുന്നതാണത്. അതുപോലെ യേശുവിൻ്റെ കാഴ്ചപ്പാടിലുള്ള പങ്കുപറ്റലാണത്. ചുരുക്കം പറഞ്ഞാൽ ബ്രദറെ, നമ്മുടെ വിശ്വാസമൊക്കെ എവിടെ നിൽക്കുന്നു? നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത, കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുകയും കാര്യം നേടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ വഴിക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ. മാർപ്പാപ്പ പറയാ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് യേശു കണ്ടതുപോലെ കാണുവാൻ സാധിക്കുന്ന കാഴ്ചപ്പാട് മനോഭാവങ്ങളും, അതുപോലെ യേശു ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സംഭവങ്ങൾ, ആ ബോധ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് യേശുവിൻ്റെ സ്വഭാവം അനുഭവിക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ. യേശുവിൻ്റെ സ്വഭാവം എന്താ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് യേശുവിൻ്റെ സ്വഭാവം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, ദയ, വിശ്വസ്തത. അപ്പം ഞാൻ യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ യേശുവിനുണ്ടായിരുന്ന മനോഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ യേശുവിൻ്റെ യഥാർത്ഥ വിശ്വാസിയായ ശിഷ്യനാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാടിലുള്ള പങ്കുപറ്റൽ, അത് മറ്റുള്ളവർ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അത് അനുഭവിക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥമായ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടെന്ന് മാർപ്പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ജീവിക്കാനും പരിശ്രമിക്കണം. ഞാൻ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ശരിക്കും ദൈവം എൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ച് നോക്കും. വിശുദ്ധ ബൈബിളിൽ നമുക്കതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ലഭിച്ച അബ്രാഹാം കാത്തിരിപ്പിന് ശേഷമാണ് ഇസഹാക്ക് ജനിക്കുന്നത്. എന്നിട്ട് പിന്നീട് നമുക്ക് ബൈബിളിൽ കാണാം, ആ ഏക മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഈ മകൻ ബലിയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇവനെ തന്നെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എന്നുള്ള ആഴമേറിയ വിശ്വാസമായിരിക്കണം ആ ഒരു ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ആ ഒരു ആഗ്രഹം നടത്തിക്കൊടുക്കുവാനായിട്ട് അബ്രാഹത്തെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അത് വലിയ അനുഗ്രഹമായിട്ട് പിന്നീട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ മാറുകയാണ്. പരിശുദ്ധ മാതാവ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മാതാവ് പറഞ്ഞ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച് ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ജന്മം കൊടുത്തു. ശിമിയോൻ്റെ അടുക്കൽ ചെന്നപ്പോൾ മാതാവിനോട് ശിമിയോൻ പ്രവചിച്ചു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ആ പ്രവചനത്തിലും മാതാവിൻ്റെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. പിന്നീട് ഈശോയുടെ പീഡാസഹനങ്ങളുടെ സമയത്തും കുരിശു മരണത്തിൻ്റെ സമയത്തും കുരിശിന് താഴെ മാതാവ് പിടിച്ചു നിൽക്കുന്നത് ഈശോയുടെ ഉയർപ്പിലുള്ള ആ വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വാസ പരീക്ഷണങ്ങളുണ്ടാകും. ഞാനിത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഏകദേശം ഒത്തിരി 10-20 വർഷം മുമ്പ് കർത്താവുമായിട്ട് ചേർന്ന് നല്ല പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയ വിശ്വാസ വെല്ലുവിളി ഉണ്ടാകുന്നത്. ഒത്തിരി സമ്പത്ത് നഷ്ടപ്പെട്ട് ജനിച്ച വീട് പോലും ഉപേക്ഷിച്ച് രാത്രി ഓടിപ്പോകേണ്ടി വന്ന ഒരു കുടുംബത്തിലെ ഒരംഗമായിരുന്നു ഞാൻ. പക്ഷേ വിശ്വാസത്തെ മുറുകെ പിടിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ആ വിശ്വാസ വെല്ലുവിളിയെ ഏറ്റെടുത്ത് കുടുംബം ഒന്നാകെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിതുയർത്തും എന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ
ഞങ്ങളെ വീണ്ടും കർത്താവ് പണിതുയർത്തി. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസത്തിൽ ഇതുപോലുള്ള ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ വിശ്വാസ ചോർച്ച ഇല്ലാതെ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ശക്തി പ്രാപിക്കുമ്പോൾ, അതാണ് കർത്താവ് പറഞ്ഞത്, നീതിമാൻ അവൻ വീണ്ടും എഴുന്നേൽക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ആ ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെ വളർത്താൻ കൂടിയാണ് ഇങ്ങനെ വിശ്വാസ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സഹനത്തിൻ്റെ പുത്രി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടായപ്പോഴെല്ലാം അൽഫോൻസാമ്മയുടെ ചിന്താഗതികളെ അല്ലെങ്കിൽ മനോഭാവങ്ങളെ നേരെ യേശുവിൻ്റെ കുരിശിലേക്കാണ് ആ കാഴ്ചപ്പാട് പങ്കുപറ്റിയത്. നമുക്കറിയാം, അൽഫോൻസാമ്മയുടെ സ്വയം പ്രേരിത പ്രാർത്ഥനയിൽ നമ്മളെ അൽഫോൻസാമ്മ പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അൽഫോൻസാമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നുള്ളതാണ്. അതുപോലെ കൂടെ താമസിച്ചവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നെല്ലാം പരിഹാസവും മറ്റെല്ലാം ഏറ്റുവാങ്ങിയപ്പോഴെല്ലാം യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രൂശിതൻ്റെ ആ തിരുമുറിവിലേക്ക് അൽഫോൻസാമ്മ ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ ദൃഢതയോടെ ശക്തമായി മുന്നോട്ട് പിടിക്കാൻ ജീവിക്കാൻ സാധിച്ചു എന്നാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അൽഫോൻസാമ്മ പറയാണ്, എന്നെ മുഴുവനായും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, അവിടുത്തെ ഇഷ്ടം പോലെ എന്നിൽ പ്രവർത്തിച്ചോട്ടെ. വിശ്വാസമുള്ള വ്യക്തിക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒന്നാണ്, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ദൈവം, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം. വീണ്ടും അൽഫോൻസാമ്മ പറയാണ്, ഒന്നിനെ ഓർത്തും ദുഃഖിക്കേണ്ടതില്ല, കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥമായ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. കർത്താവ് എൻ്റെ കൂടെയുള്ള അവസ്ഥ. നമ്മളിൽ പലർക്കും എന്താ കുഴപ്പം? തകർച്ചകൾ വരുമ്പോൾ ഈ വിശ്വാസം ചോർന്നു പോവുക, ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക. അവിടെയെല്ലാം നമുക്ക് ബലമേകേണ്ടത് ഈ വിശുദ്ധരുടെ ജീവിത രീതികൾ, ജീവിത മാതൃകകൾ. നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കാറുണ്ട്, കാര്യം നേടാൻ വേണ്ടി ഒത്തിരി മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ആ വിശുദ്ധരുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പോൾ ഞാനും നിങ്ങളും നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുകയാണെങ്കിൽ ആ വിശ്വാസ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തന നിരതമായിരിക്കണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തന നിരത, ഇതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു പൂർത്തീകരണം എന്ന് പറയാൻ സാധിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവർ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വ്യക്തികളെ കാണുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവരോട് ഒരു സ്നേഹം നമുക്ക് തോന്നണം. അവരെ സഹായിക്കാനും അവരെ മാനസാന്തര അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ വിശ്വാസ അനുഭവത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു വലിയ തീക്ഷ്ണത, ഒട്ടാലച്ചൻ പറയുന്നത് പോലെ ഒരു ആത്മഭാരം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പണ്ട് ഞാൻ ബെഹറിലായിരുന്നപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടാനിടയായി. ഒത്തിരി വലിയ നിരാശയിൽ കഴിയുന്നൊരു വ്യക്തി. അദ്ദേഹത്തിന് ബെഹറിൽ ബിസിനസ് ചെയ്ത് നഷ്ടം വന്ന് പൈസ എല്ലാം പോയി അങ്ങനെ വിഷമത്തിൽ കഴിയുന്നൊരു വ്യക്തി. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഞാനിടയായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി കടബാധ്യതകൾ വന്നിട്ടും കർത്താവിലുള്ള വിശ്വാസത്തിൽ ചേർന്ന് നിന്ന് ആ വലിയ ഒരു അപകടത്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട്, ആ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചതുകൊണ്ട് ഈ വ്യക്തിയെ വലിയ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എനിക്ക് സാധിച്ചു. ലഭിച്ച വിശ്വാസം അത് ശരിയായ രീതിയിൽ പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചപ്പോൾ ആ വ്യക്തിയും കുടുംബവും വലിയ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും കടന്നു വന്നു. വലിയ രക്ഷയിലേക്ക് പിന്നീട് അവർ കടന്നു വരികയുണ്ടായി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തന നിരതമായിരിക്കണം, അല്ലെങ്കിൽ അത് നിർജീവമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ എപ്പോഴും നമുക്ക് നമ്മുടെ
ചുറ്റുപാടുകളിലേക്ക് നോക്കണം. നമ്മുടെ തന്നെ കുടുംബങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ തന്നെ ജീവിത പങ്കാളിയിലേക്ക് നോക്കാം. നമ്മുടെ തന്നെ മക്കളിലേക്ക് നോക്കാം. ഈ സ്നേഹം, വിശ്വാസം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആൻസൺ ബ്രദർ പറഞ്ഞതുപോലെ യാക്കോബ് ലേഖനത്തിൽ 2-ാം അധ്യായം 26-ാം വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അത് നിർജ്ജീവമാണ്. ഏതൊരു വ്യക്തിയായാലും അവൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. നമുക്കറിയാം, മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ ലോകം മുഴുവൻ മദർ തെരേസയെ വിശുദ്ധ എന്ന് വിളിച്ചു. കാരണം വിശുദ്ധ മദർ തെരേസയിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ അനുഭവിക്കാൻ സാധിച്ചു. ഒരിക്കലും മദർ തെരേസ ഒരു വലിയ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വാഹനത്തിൽ. അപ്പോൾ റോഡരികിൽ ഒരു രോഗി കിടന്ന് വേദന കൊണ്ട് പൊളയാ. ഡ്രൈവർ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. അപ്പോൾ കൂടുതലായിരുന്ന വ്യക്തി പറഞ്ഞു, അമ്മേ നമുക്ക് പ്രോഗ്രാമിന് പോകാനുള്ളതാണ്, ഞാനിപ്പോൾ വരാമെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അമ്മ ആ റോഡിൻ്റെ അരികിൽ കിടക്കുന്ന രോഗത്താൽ വേദനയാൽ പൊളയുന്ന ആ വ്യക്തിയെ വാരിയെടുത്തുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു എന്ന് പറയണേ. മറ്റുള്ളവരിൽ യേശുവിനെ ദർശിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പ്രവർത്തന തലത്തിലേക്ക് വരുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ കൂടെ താമസിക്കുന്നവർ, അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ വേദനകളിൽ എനിക്ക് പങ്കുപറ്റാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു? ഞാൻ സമൃദ്ധിയിൽ സുഭിക്ഷമായി കഴിയുമ്പോൾ എൻ്റെ കൂടെ അടുത്ത റൂമിൽ താമസിക്കുന്നവൻ, എൻ്റെ അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അവൻ്റെ പട്ടിണി എനിക്ക് ദർശിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വിശ്വാസം കാര്യം നേടാൻ വേണ്ടിയുള്ള വിശ്വാസമല്ലേ ബ്രദറെ? പരിശുദ്ധ അമ്മ, നമുക്കറിയാം, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവളാ പരിശുദ്ധ അമ്മ. ദൂതൻ പറഞ്ഞപ്പോഴും അമ്മ ആമേനെന്ന് ഉത്തരം കൊടുക്കുവാൻ അന്നത്തെ യഹൂദ നിയമങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അമ്മ ആമേനെന്ന് ഉത്തരം കൊടുത്തത്. അതാണ് എലിസബത്ത് പറഞ്ഞത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പിന്നെ വചനം ഓർമ്മിക്കുന്നുണ്ട്, അവളെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചു. എന്താ കാരണം? അമ്മയിലുണ്ടായ ആ വിശ്വാസ തീഷ്ണത നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് 172 173 നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണ്. വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ച് അവിടെ പറയുകയാണ് അപ്പോസ്തലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും നമുക്ക് തലമുറകളായിട്ട് കൈമാറി കിട്ടിയതാണ് ഈ വലിയ വിശ്വാസം. അത് സഭാമക്കളായ നമ്മൾ പ്രഖ്യാപിക്കുകയും പ്രബോധിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണം. പകർന്നു കൊടുക്കുക എന്നുള്ളത് സഭയുടെ മക്കളായ ഓരോ വ്യക്തികളുടെയും വലിയ ഉത്തരവാദിത്തമാണ്. ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ മകനോ മകളോ അവിശ്വാസി ആയി മാറുന്നുണ്ടെങ്കിൽ, പള്ളിയിൽ പോകാൻ, കുർബാനയിൽ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ, വിശുദ്ധ കുമ്പസാരത്തിൽ വിശ്വാസമില്ല എങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിത്തം മാതാപിതാക്കളായ നമുക്കാണ്, എനിക്കാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ, ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ വിശ്വാസ പാരമ്പര്യം, അതിൻ്റെ തീക്ഷ്ണത ഒട്ടും ചോരാതെ തന്നെ വരുന്ന തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. കത്തോലിക്ക സഭ 5 കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വളരുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും. ഒന്നാമത്തെ കാര്യം, ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിക്കണം. യേശുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തിരുവചനം എല്ലാ ദിവസവും വായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിപോഷിപ്പിക്കാം. സഭ പറയുന്ന രണ്ടാമത്തെ വലിയൊരു ബോധ്യം, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നാം കർത്താവിനോട് നിരന്തരം യാചിക്കണം. ഒരു വിശ്വാസിക്ക് വേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്നുള്ള ആ ഒരു വലിയൊരു പ്രാർത്ഥന നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുമെന്ന് സഭ ഉത്ബോധിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തന നിരതമാകണം. എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന ഒരവസ്ഥയാക്കിയെടുക്കണം. ചുരുക്കം പറഞ്ഞാൽ നിരന്തരം ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ. നാലാമത്തെ കാര്യം സഭ ഉത്ബോധിപ്പിക്കുന്നത്, പ്രത്യാശയിൽ നിലനിൽക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കണം.
യേശുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ റോമ 5:5 നമ്മൾ വായിക്കുന്നില്ലേ, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പോൾ പ്രത്യാശയിൽ ജീവിക്കുന്നതിനർത്ഥം യേശുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ. വീണ്ടും സഭ നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ്, സഭയുടെ വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കണമെന്ന്. ഇന്ന് ചിലരിൽ കാണുന്നൊരു പ്രത്യേകതയാണ്, കുറച്ച് കൃപകളും കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സഭയെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോയി സ്വന്തം സഭ സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. അതിനേക്കാൾ ഉപരി കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റേതായ വിശുദ്ധ പാരമ്പര്യങ്ങളുണ്ട്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കത്തോലിക്ക സഭയിലൂടെയാണ്, കൗദാശിക ജീവിതത്തിലൂടെയാണ്. അത് ആ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. സഭയോട് ചേർന്ന് യേശുവിനെ കൂടുതൽ കൂടുതൽ അനുഭവിക്കുവാനും യഥാർത്ഥമായ തീഷ്ണതയുള്ള വിശ്വാസമായി മാറുവാനും നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം